ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ദിവസം കൂടി നമുക്ക് ദൈവവചനം പഠിക്കുവാനായിട്ട് കൂടുവാനായിട്ട് ദൈവം ഇടയാക്കി. സഭാചരിത്രം പഠിക്കുമ്പോൾ ഒരു സ്റ്റേജിൽ ദർ വാസ് എ 2 മൂവ്മെൻറ്റ്സ്, രണ്ട് പ്രത്യേകമായിരിക്കുന്ന കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. ഇറ്റ് വാസ് കോൾഡ് സ്കോളസ്റ്റിക് മൂവ്മെൻറ്റ് ആൻഡ് ദ അതർ വൺ വാസ്, അതിൻ്റെ റെസ്പോൺസായിട്ട് വന്നതാണ് പീറ്റിസ്റ്റിക് മൂവ്മെൻറ്റ്. സ്കോളസ്റ്റിക് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അറിവിൽ വർദ്ധിക്കുക എന്നുള്ളതാണ്. സ്കോളർ എന്നുള്ള വാക്കിൽ നിന്ന് വന്നിരിക്കുക സ്കോളസ്റ്റിക് മൂവ്മെൻറ്റ്. ദൈവവചന പഠനത്തിലും അറിവിലൊക്കെയും നമ്മൾ വർദ്ധിക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടായിരുന്നു ഈ സഭാചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ. അനേകരത് പിൻപറ്റുവാനും അനേക വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ ഇടയായി തീർന്നത് ആ മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇൻ റെസ്പോൺസ് ടു ദാറ്റ്, അതിനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ അതിനോട് പ്രതികരിച്ചു കൊണ്ട് തുടങ്ങിയ മൂവ്മെൻറ്റാണ് പീറ്റിസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. പേറ്റി എന്നുള്ള വാക്കിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഭക്തിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അറിവിനേക്കാളും കൂടുതൽ ഭക്തിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഓൾവേസ് ദാറ്റ് 2 കമ്പാർട്ട്മെൻറ്റ്സ് were there, ബട്ട് നമ്മുടെ കാഴ്ചപ്പാട് എപ്പോഴും അറിവ് വർദ്ധിക്കുമ്പോഴും നമ്മുടെ ഭക്തിയും വർദ്ധിക്കണമെന്നുള്ളതാണ്. ഇറ്റ് ഷുഡ് ഗോ ടുഗദർ. അറിവായിട്ട് തന്നെ ഇരിക്കൽ. ഇപ്പോൾ നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കുന്നത് കൊണ്ട് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് അറിയാമെന്നുള്ളതല്ല, പക്ഷേ ആ അറിവ് നമ്മുടെ ദൈവത്തോടുള്ള ഭക്തിയിലും ഭയത്തിലും ബഹുമാനത്തിലും ആരാധനയിലും നമ്മുടെ വിശുദ്ധ ജീവിതത്തിലൊക്കെയും അത് റിഫ്ലക്റ്റ് ആകണം. അതർവൈസ് ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്. അല്ലെങ്കിൽ അറിവ് കൊണ്ട് യാതൊരു ഉദ്ദേശവും അല്ലെങ്കിൽ ലക്ഷ്യവും അറിവുകൊണ്ടുള്ള പ്രയോജനവും നമുക്കുണ്ടാകുകയില്ല. അതുകൊണ്ട് ഈ വെളിപ്പാട് പുസ്തക പഠനം ആ രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണം. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, പക്ഷേ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അതിൻ്റേതായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നാം ഈ പഠിക്കുന്നത് കൊണ്ട് യാതൊരു ഗുണവുമില്ല. ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഓരോ ദിവസവും എന്ന് തന്നെ എടുത്തോളൂ, നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിരിക്കുന്ന മുന്നേറ്റം ഉണ്ടാകണം. ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള പുതിയ അറിവ്, ദൈവം എങ്ങനെയാണ് പാപത്തോട് ഇടപെടുന്നത്, ദൈവത്തിൻ്റെ ന്യായവിധി എന്താണ്, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ മുൻതൂക്കം കൊടുക്കേണ്ട ആവശ്യം എന്താണ്, ഇതെല്ലാം ക്രിസ്തീയ കൂട്ടായ്മ, ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരണം. ആ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദൈവവചന പഠനത്തിലേക്ക് നമുക്ക് ഇന്നും പ്രവേശിക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ച കുറച്ച് സ്പീഡ് കൂടുതലായിരുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡ് കുറച്ചെടുക്കാം. അതുമല്ല, കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് ഒന്നുകൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചിലർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഞാൻ റീക്യാപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇറ്റ് വിൽ ഗോ ഓൾവേസ് ഇങ്ങനെ റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കും. ഒരിക്കലും നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് ഒക്കുകയില്ല. ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് തീർക്കാൻ പറ്റിയൊരു പഠനമല്ല വെളിപ്പാട് പുസ്തകം. ഇത് അനേക ആഴ്ചകൾ വേണം ഈ വെളിപ്പാട് പുസ്തകം പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ. എന്നാലും നമുക്ക് കഴിവുള്ളിടത്തോളം എത്ര ചുരുക്കിയെടുക്കാമോ, എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ അതെടുക്കാം. കാരണം നമ്മുടെ മുൻപിൽ ഇങ്ങനെ വിശാലമായിരിക്കുന്ന കാലങ്ങളില്ല. നമ്മൾക്ക് തോന്നും ഒത്തിരി വർഷങ്ങൾ ഇനി നമ്മൾ ജീവിച്ചിരിക്കുമെന്ന്. നമുക്കറിയത്തില്ല എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് വരുന്നതെന്നറിയത്തില്ല. നമ്മുടെ ഈ പഠനത്തിന് എപ്പോഴാണ് ഒരു ഫുൾ സ്റ്റോപ്പ് വരുന്നത് നമുക്കറിയത്തില്ല. ബിക്കോസ് ടുമാറോ ഈസ് നോട്ട് ഫോർ അസ്. നമുക്കറിയില്ല ഒന്ന് സംഭവിക്കുന്നത് എന്താണെന്നുള്ളത്. ഇന്ന് എന്നുള്ളത് മാത്രം, ഇപ്പോൾ മാത്രമാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയതും ഉള്ളതും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കിതൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. കർത്താവ് വരുമ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ കാണുമോ എന്നൊക്കെ ചോദിച്ചാൽ അതൊരു വേറൊരു ടോപ്പിക്കാണ്. അത് വേറെ എടുക്കേണ്ടതാണ്. വെദർ ദീസ് തിങ്സ് വി വിൽ ബി റിമെമ്പറിങ് വെൻ വി ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ലോഡ് എന്നുള്ളത് ദർ ഇസ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. അത് ഞാൻ എറ്റേണിറ്റിയെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു അതിനെക്കുറിച്ച്. സോ ദാറ്റ് വി വിൽ ഡീൽ ലേറ്റർ. ടുഡേ വി വിൽ കോൺസെൻട്രേറ്റ് ഓൺ ദിസ് ടോപ്പിക്. വെളിപ്പാട് പുസ്തകം എന്നുള്ളതിൽ മാത്രം നമുക്ക് ശ്രദ്ധ തിരിക്കാൻ ഞാൻ ആമുഖമായി പറഞ്ഞത് എല്ലാവരുടെയും മനസ്സിനെ ഒന്ന് ഒരുക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴെല്ലാവരും ആ ബൈബിൾ ക്ലാസ്സിൻ്റെ ഒരു അവസ്ഥയിലേക്ക് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിന് 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലെ 4ാമത്തെ ക്ലാസ്സാണ്. യൂട്യൂബിൽ ലിസൺ ചെയ്യുന്നവർക്ക് വേണ്ടി ഒന്ന് ഓർപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്, അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇവിടെയാണ് ചിലർക്ക് സംശയങ്ങളുണ്ടായത്. 7ൻ്റെ പ്രത്യേകത, 7 സഭകളെന്ന് പറഞ്ഞിരിക്കുന്നു, 7 നിലവിളക്കുകൾ. അപ്പോൾ ഇതൊക്കെ എന്തിനെ കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. ഈ 4 കാര്യങ്ങളും ശരിയാണ്. 4 കാര്യങ്ങളും ശരിയാണ്. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? ഒന്ന്, യോഹന്നാൻ നാളിലെ 7 സഭകൾ. പിന്നെ സഭാചരിത്രത്തിലെ 7 അടിസ്ഥാന വിഭാഗങ്ങൾ.
പിന്നെ ഇന്ന് നിലനിൽക്കുന്ന 7 തരം സഭകൾ, പിന്നെ ഏതൊരു സഭയിലോ വിശ്വാസിയോ, ക്രിസ്ത്യാനി നീതിയേക്കുന്ന വിശ്വാസി എന്നുള്ള അർത്ഥത്തിലാണ്, വിശ്വാസിയിലോ നിലനിൽക്കാവുന്ന 7 സവിശേഷതകൾ. അങ്ങനെ ഈ 4 കാര്യങ്ങളും നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഡീൽ ചെയ്യുന്നതായിരിക്കും, നമ്മൾ മനസ്സ് പ്രതിപാദിക്കുന്നതായിരിക്കും. ഇത് ഞാൻ പിക്ചോറിലായിട്ട് ഇപ്പോൾ AI വന്നതുകൊണ്ട് വളരെ സൗകര്യമാണ്. കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ AIയിൽ ഇതെല്ലാം ഇങ്ങ് ഡിസൈൻ ചെയ്തു തരാം. അല്ലെങ്കിൽ ഞാൻ പണ്ടൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ടൊക്കെ ഈ പടങ്ങളൊക്കെ എടുത്ത് ഡിസൈൻ ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇൻ എ സ്ട്രോക്ക് ഇത് ഓൾ ദീസ് തിങ്സ് വിൽ കം. അപ്പോൾ 60 വയസ്സിന് മുകളിലുള്ളവർ AI സ്പെഷ്യൽ കോഴ്സൊക്കെ ചെയ്യണമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഞാനും ഒന്ന് AI അങ്ങ് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയൊക്കെയാണ്. പ്രാക്ടിക്കലി ഇഫ് യു ഡു ഇറ്റ് വിൽ ഗിവ്സ് ലോട്ട് ഓഫ് ഇൻട്രസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ഇത് ഞാൻ വരച്ച പടമല്ല, AIയിലുള്ള പടമാണ്. അതാദ്യമേ ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. അതുകൊണ്ട് അത് ഇറ്റ് ഈസ് നോട്ട് എ വെരി ആക്യുറേറ്റ് ഒന്നും അല്ല, എന്നാൽ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കാണിച്ചിരിക്കുന്നതാണ് 4 കാര്യങ്ങൾ. ഒന്ന്, യോഹന്നാൻ്റെ സമയത്തുള്ളതായിരിക്കുന്ന 7 സഭകൾ, എഫെസോസ്, സ്മിർന, ഇതെല്ലാം 7 സഭകൾ, അന്ന് ഉണ്ടായിരുന്ന 7 സഭകളും. രണ്ടാമതായിട്ട് വലതുവശത്ത് കാണുന്നത് 7 ബേസിക് ഡിവിഷൻസ് ഓഫ് ചർച്ച് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ 7 തരത്തിലുള്ള സഭാ ചരിത്രത്തിൽ 7 കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന സഭ. അതിൽ ഇവിടെ കാണിച്ചിരിക്കുന്നതല്ല, ഞാൻ മുൻപ് കാണിച്ചായിരുന്നു. ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് 3, 4 എന്നുള്ള മെസ്സേജസ് ടു 7 ചേർച്ചസ് നടുക്ക് കാണിച്ചിരിക്കുന്നത് ഹിസ്റ്റോറിക് പാസ്റ്റ്, ഹിസ്റ്റോറിക് പ്രസൻറ്റ് എന്ന് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 7 സഭകളിൽ 3 സഭകളുടെ കാലഘട്ടം കഴിഞ്ഞുപോയി. എന്നാൽ പിന്നെയുള്ള 4 സഭകളുടെ കാലഘട്ടം തുടങ്ങിയെങ്കിലും അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ട്രിക്റ്റായിട്ട് സീരീസായിട്ട് പോകുന്നതല്ല, അതുകൊണ്ട് സീരീസാണ്. എന്നാൽ അതിൽ തന്നെ അടുത്ത 4 സഭകളിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സഭകൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ സ്വഭാവം, സഭകളെന്ന് പറഞ്ഞാൽ ആ സ്വഭാവമുള്ള സഭകൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ പഠിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാകും. ഇവിടെ ഇതൊന്നും ആമുഖമായിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇവിടെ പക്ഷേ കറക്റ്റായിട്ട് അത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇത്ര ഓരോ പീരീഡായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് ചില വ്യാഖ്യാതാക്കൾ ഈ രീതിയിലും പറയാറുണ്ട്. ഇതെല്ലാം നമ്മൾ കാണുന്നതാണ്. ഇനി 7 ടൈപ്പ് ഓഫ് ചർച്ചസ് ദാറ്റ് എക്സിസ്റ്റ് ടുഡേ, 7 രീതിയിലുള്ള സഭകൾ ഉള്ള സഭകളാണ്. അത് ഇങ്ങനെ പല രീതിയിൽ ഡിനോമിനേഷൻ ബേസ്ഡായിട്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ ഉള്ള ഡിവിഷൻസ് ഇത് തന്നതാണ്. പക്ഷേ ഇത് ആധികാരികമല്ല. ഈ പറഞ്ഞിരിക്കുന്ന പിക്ചേഴ്സ് ആധികാരികമല്ല. ഇത് ആർട്ടിഫിഷ്യൽ ചാറ്റ് GPT ജെമിനിയൊക്കെ വഴിയായിട്ട് വരുന്ന സോഴ്സസിൽ നിന്ന് പുള്ളി ഇത് കൊണ്ടുവരുന്നതാണ്. ഇനി 4ാമത് നമ്മൾ കാണുന്നത് ദ 7 ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ എനി ചർച്ച് ഓർ ക്രിസ്ത്യൻ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലോ ഒരു സഭയിലോ ഈ സ്വഭാവങ്ങൾ കാണും. ഇത്രയും വിശദമായിട്ട് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച അതിൽ സംശയങ്ങൾ ഉണ്ടായതുകൊണ്ട് എന്നത് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. ക്ലിയർ ആയല്ലോ ഇക്കാര്യം. അപ്പോൾ നമ്മൾ ഇതെല്ലാം വെച്ചുകൊണ്ടായിരിക്കും ഇനിയും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കിനിയും എഫെസോസിലെ സഭയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ദ ചർച്ച് ഓഫ് എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവുകൾ കൂടെ നടുവിൽ നടക്കുന്ന അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കോലാവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ഈ ഭാഗത്തിനെ നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ ആമുഖമായിട്ടും ചില കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. എഫെസോസ് സഭയെക്കുറിച്ചാണ്. ഞാനിവിടെ മാപ്പിൽ കഴിഞ്ഞ ആഴ്ചയും കാണിച്ചായിരുന്നു. ഇത് 7 സഭകൾ, അന്ന് നിലനിന്നതായിരിക്കുന്ന 7 സഭകളാണ്. പ്രധാനമായിട്ടും ഇതെല്ലാം തുർക്കിയുടെയൊക്കെ ഭാഗങ്ങളായിട്ടാണ് ഇന്ന് ഉള്ളത്. ചില സഭകളും ചില സ്ഥലങ്ങളുമൊക്കെ ചില സ്ഥലങ്ങളൊക്കെ ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ചിലതൊക്കെ നശിച്ചു പോയതുമാണ്. ഇതൊക്കെ നമ്മൾ ഓരോന്ന് വരുമ്പോൾ നമ്മൾ ചിന്തിക്കും. നമുക്ക് ഏകദേശം ലോകത്തിൻ്റെ കിടപ്പും മാപ്പും ഒക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. ഇന്ന് മാപ്പ് റീഡിങ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് നിശ്ചയം അല്ലെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങേണ്ടതായിരുന്നു അറ്റ്ലസ്.
ഈ അറ്റ്ലസ് വാങ്ങിക്കാനായിട്ട് നമ്മളെല്ലാം ബുക്ക് ഷോപ്പുകൾ മുഴുവൻ കറങ്ങി നടക്കുമായിരുന്നു. അന്ന് അറ്റ്ലസ് കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ അറ്റ്ലസ് വാങ്ങിച്ചിട്ട് ആ അറ്റ്ലസിൻ്റെ ഒരു മണവും അതിലെ പടങ്ങൾ കാണുമ്പോഴൊക്കെ ഒരു ത്രില്ലാണ് അതൊക്കെ കാണുമ്പോൾ. ഇതൊക്കെ വെച്ചിട്ടാണ് ഈ മാപ്പുകളൊക്കെ നോക്കുന്നത്. ഇനി കണ്ടുപിടിക്കാത്ത രാജ്യങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാനും അല്ല, ചുമ്മാ പറഞ്ഞാൽ ഓക്കെ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ അറ്റ്ലസിൽ നമ്മൾ നോക്കി പഠിക്കാനായിട്ട് ഇപ്പോൾ വളരെ ഈസിയാണ്. നമുക്ക് മാപ്സിലും ഗൂഗിൾ എർത്തിലും ഒക്കെ പോയി കഴിഞ്ഞാൽ കമ്പ്യൂട്ടറൊക്കെ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കേണ്ട, ഇടയ്ക്ക് നിങ്ങളും കയറി ഇരുന്ന് പാസ്വേഡൊക്കെ വാങ്ങിച്ചിട്ടൊന്ന് നോക്കണം എന്താണ് ഈ മാപ്പ് എന്ന് പറയുന്നതും ഒക്കെ. നമ്മളിപ്പോൾ മൊബൈലിൽ നമ്മളത് കാണുന്നുണ്ട്, മാപ്സ് കാണുന്നുള്ളതുകൊണ്ട് നമുക്ക് ലോക്കലൈസ്ഡ് കൺട്രോളും ലോക്കലൈസ്ഡ് ഡയറക്ഷൻസൊക്കെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡാണ്. പക്ഷേ മാപ്പ് റീഡിങ് അല്ലെങ്കിൽ വലിയൊരു ബൃഹത്തായിരിക്കണം, അല്ലെങ്കിൽ പൂർണ്ണമായിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരിക്കണം. അതായത് റഷ്യ എവിടെയാണ്, അമേരിക്ക എവിടെയാണ്, ചൈന എവിടെയാണെന്നൊക്കെ നോക്കി മനസ്സിലാക്കിയിരിക്കണം. അമേരിക്കയിൽ നിന്ന് നമുക്ക് ചൈനയുടെ അങ്ങേയറ്റം എത്താനായിട്ട് അല്ലെങ്കിൽ റഷ്യയുടെ അങ്ങേയറ്റം എത്താനായിട്ട് ഒത്തിരി ദൂരം പോകേണ്ടി എന്ന് വരുമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്നാൽ നമ്മൾ ശരിക്കും മാപ്പ് പഠിച്ചു കഴിഞ്ഞാൽ ഗ്ലോബ് വാങ്ങിച്ചതൊക്കെ നമുക്കറിയാം അത് വളരെ അടുത്താണെന്നുള്ളത്. ഇപ്പുറത്തു നിന്ന് കയറാൻ പറ്റുമെന്നുള്ളതാണ്, ബാക്ക് ഡോർ എൻട്രി, പുറകുവശം അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരാൻ പറ്റുമെന്നൊക്കെ ഉള്ളതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ മക്കൾ സിംഗപ്പൂരിൽ ഒക്കെ പോയി കഴിയുമ്പോഴാണ് ഈ സിംഗപ്പൂർ എവിടെയാണെന്നും കുവൈറ്റ് എവിടെയാണെന്നും ഒക്കെ ഹോർമൂസ് കടലിടുക്ക് എവിടെയാണെന്നുള്ളത് ഇപ്പോഴാണ് ചിലരൊക്കെ ഒന്ന് സെർച്ച് ചെയ്തതല്ലേ. ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇസ്രായേൽ എവിടെയാണെന്നും അതിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. എസ്പെഷ്യലി ഫോർ ദ യങ്സ്റ്റേഴ്സ് ഐ എം ടെല്ലിങ്. കുഞ്ഞുങ്ങൾ ഇതൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതൊക്കെ നോക്കി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതാണ് ഈ മാപ്പ് വരച്ചിരിക്കുന്നത്. അവിടെ ഇസ്രായേൽ എന്നുള്ളത് നമുക്ക് ഏറ്റവും താഴെ റെഡ് സീ കാണുന്നുണ്ട്, അത് വ്യക്തമല്ലായിരിക്കും. ആ റെഡ് സീയുടെ നേരെ മുകളിൽ ഏറ്റവും താഴെയുള്ളത് റെഡ് സീ ബ്ലൂ കളറിൽ, അതിൻ്റെ നേരെ മുകളിലാണ്, അവിടെയാണ് യെരുശലേമും ഇസ്രായേൽ കേരളം പോലെ ഇരിക്കുന്ന ഒരു സ്ഥലവുമാണ് അത് ഇസ്രായേൽ. ആ ഇസ്രായേലിൻ്റെ മുകളിലാണ് നക്ഷത്രങ്ങൾ കാണിച്ചിരിക്കുന്നതാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ അഭിസംബോധന ചെയ്തിരിക്കുന്ന ഈ 7 സഭകൾ. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നീലയെല്ലാം കടലാണ്, അത് മധ്യധരണി കടൽ, മെഡിറ്ററേനിയൻ സീ ആണ് ആ വലുതായിട്ട് കാണുന്നത്. ഏറ്റവും മുകളിൽ കാണുന്ന ബ്ലാക്ക് സീ എന്ന് പറയുന്ന കടലും ബ്ലൂ ആയിട്ട് കാണുന്നതെല്ലാം എല്ലാം കടലാണ്. അത് 3 കടലാണ് പ്രധാനമായിട്ട് നമ്മളവിടെ കാണുന്നത്. ഒന്ന് മെഡിറ്ററേനിയൻ സീ, നടുക്ക് കാണുന്നത്, ഏറ്റവും മുകളിൽ കാണുന്നത് ബ്ലാക്ക് സീ, ഏറ്റവും താഴെ കാണുന്നത് റെഡ് സീ. അതവിടെ ഏറ്റവും താഴെയുള്ള റെഡ് കളേഴ്സ് ഉണ്ടല്ലോ, സ്റ്റാർ, ആ സ്റ്റാറിൽ ഏറ്റവും താഴെയുള്ള റെഡ് സ്റ്റാർ ലവോദിക്കയാണ്. അതിൻ്റെ തൊട്ട് മുകളിൽ ലെഫ്റ്റിൽ കാണുന്നതാണ് എഫെസോസ്, ലെഫ്റ്റിൽ കാണുന്നതാണ് എഫെസോസ് സഭ. ഓക്കെ, എല്ലാം അടുപ്പിച്ചടുപ്പിച്ചുള്ള സഭകളാണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സിസ്റ്റ് ചെയ്യുന്ന അന്ന് നിലനിന്നതായിരിക്കുന്ന ഒരു സഭയ്ക്കാണ് ഈ ദൂത് നൽകുന്നത്. ഈ സഭയുടെ ഞാൻ പറഞ്ഞല്ലോ 7 നിലകളിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ സഭയുടെ അവസ്ഥയാണ് നമ്മൾ കാണുന്ന പിന്നോക്കം പോയ സഭ അല്ലെങ്കിൽ അയഞ്ഞ സഭ എന്നൊക്കെ നമ്മളവിടെ ഡിസ്ക്രിപ്ഷൻ കാണിക്കുന്നത്. ഈ എഴുതിയേക്കുന്ന വാക്യങ്ങളിൽ നിന്ന് നമ്മൾ എത്തുന്ന ഒരു കൺക്ലൂഷനാണത്. ഇറ്റ് വാസ് എൻ അപ്പോസ്തലിക് ചർച്ചായിരുന്നു. അതായത് ബാക്സ്റ്റുഡൻ ചർച്ചാണ് താഴെ എഴുതിയേക്കുന്ന പിന്നോക്കം പോയ അയഞ്ഞ സഭ. അപ്പോസ്തലിക് സഭ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലിക പ്രമാണങ്ങൾ അല്ലെങ്കിൽ കൊണ്ടുവന്ന ആരംഭിച്ച പ്രമാണങ്ങളെല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചതായിരിക്കുന്ന സഭ എന്നുള്ള അർത്ഥമാണ് അപ്പോസ്തലികമായിരിക്കുന്നൊരു സഭയും. പിന്നെ എന്നാൽ അതിൽ നിന്ന് പുറകിലോട്ട് പോയ ഒരു സഭയുമായിട്ടാണ് എഫെസോസ് സഭയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സഭയെക്കുറിച്ച്, എല്ലാ സഭകളെക്കുറിച്ച് പഠിക്കാനായിട്ട് പോകുന്നത്. എല്ലാ പാസേജസും വായിച്ചാലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ 1, 2, 3, 4, 5, 6, 7, 8 കാര്യങ്ങൾ നമുക്ക് എല്ലാ സഭകളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. 8 കാര്യങ്ങൾ ഈ സഭകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് 8 കാര്യങ്ങൾ? ഇത് ആരാണ് എഴുതിയത്, ആ എഴുത്തുകാരൻ്റെ ക്വാളിറ്റി, ആ എഴുത്തുകാരൻ്റെ ഒരു വിശേഷണം നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ ഇത് എവിടെയാണ് ഈ നഗരം എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ മൂന്നാമതായിട്ട് ആ സഭയെക്കുറിച്ച് ഞാൻ പറയുന്നത് അന്ന് എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന സഭ. അപ്പോൾ അന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന സിറ്റിയും അന്ന് എക്സിസ്റ്റ് ചെയ്തതായിരിക്കുന്ന സഭയെക്കുറിച്ച് നമ്മൾ ചുരുക്കമായിട്ട് നമ്മൾ പഠിക്കും. പിന്നെയുള്ളത് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. കാലഘട്ടം ഇതേത്, ഈ 2000 വർഷങ്ങളായിരിക്കുന്ന ഈ സഭായുഗത്തിൽ ഏത് കാലത്തെയാണ് ഇത് കുറിക്കുന്നത് എന്നുള്ളത്. പിന്നെയുള്ളത് കമൻറ്റേഷനാണ്. ഇതിനെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞിരിക്കുന്ന പ്രശംസ, ഇത് കമൻറ്റേഷനാണ്. പിന്നെ ഉള്ളത് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കുറ്റമാണ്. പിന്നെ അവരോട് കൽപ്പിക്കുന്ന, ദൈവം കൽപ്പിക്കുന്നത്, കർത്താവ് എന്താണ് കൽപ്പിക്കുന്നുള്ളതും അവരുടെ മുമ്പിൽ വെക്കുന്ന വെല്ലുവിളിയുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഓരോ സഭയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന സ്ഥലം, കാലയളവ് AD 30 മുതൽ AD 100 വരെയാണ്.
എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. BC പുറകിലോട്ടും AD മുൻപോട്ടുമാണ്. ഇതെല്ലാവർക്കും അറിയാമല്ലോ. BC പുറകിലോട്ടാണ്. 1 നിന്ന് ആരംഭിക്കുന്നു, 0 ഇല്ല. 1 നിന്ന് ആരംഭിച്ച് പുറകിലോട്ട്, അല്ലെങ്കിൽ 1, 2, 3 എന്ന് പറയാം. BC 3 കഴിഞ്ഞിട്ടാണ് BC 1 വരുന്നത്. BC 3 കഴിഞ്ഞിട്ടാണ് BC 2ഉം BC 1ഉം വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. AD വരുമ്പോഴേ AD 1 തൊട്ട് തുടങ്ങിയാൽ 2, 3 എന്ന് പറഞ്ഞ് മുൻപോട്ട് വരുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ 2026 എത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനവും അല്ലെങ്കിൽ ക്രൂശീകരണവും ഒന്നും വളരെ വ്യക്തമായിട്ടോ അല്ലെങ്കിൽ ഇയർ കണക്കിന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് പിന്നെയാണ് ഈ ഇയർ വൈസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിവിഷൻസ് ഒക്കെ ഉണ്ടായത്. അതുകൊണ്ട് അതിൻ്റെ അലവൻസ് നമ്മൾക്ക് ഇക്കാര്യങ്ങളിലൊക്കെ കൊടുക്കണം. അതുകൊണ്ടാണ് AD 30 എന്നുള്ള ഒരു ഏകദേശ ധാരണയിൽ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് 30 AD കലണ്ടറിലുണ്ടായി എത്രാം തീയതി എന്നൊന്നും ആരും എന്നോട് ചോദിക്കല്ലേ. 30 എന്ന് പറയുന്നതും പ്രിസൈസ് അല്ല, അത് ഏകദേശം ഒരു കണക്കാണ്. ഇത് അറിയാം എങ്കിലും ഞാൻ പറയുക, ഇതറിയാൻ വയ്യാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ മുൻപോട്ട് പോകാം. അപ്പോൾ ഇനി കറസ്പോണ്ടൻ്റ്, ഹൂ ഈസ് റൈറ്റിംഗ് ദിസ്, ആരാണ് ഈ എഴുത്തുകാരൻ എന്നുള്ളത്. നമുക്ക് ആ വേദപുസ്തകത്തിൽ ആ വാക്യങ്ങൾ ഒന്ന് തുറന്നു വെച്ചാൽ നല്ലതാണ്. ആരാണ് അവിടെ ഇക്കാര്യങ്ങളെ പറയുന്നത്? യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഇംഗ്ലീഷിൻ്റെ ഓർഡറിലാണ് പലതും പോകുന്നത്, അത് മനസ്സിലാക്കിയിരിക്കണം. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, ആരാണ്? 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളിൽ കൂടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. ഹു ഹോൾഡ്സ് ദ 7 stars ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ്. 7 നക്ഷത്രങ്ങൾ വലത് കയ്യിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളിൽ കൂടെ നടുവിൽ നടക്കുന്നവനാണ്. സോ അവിടെ യേശുക്രിസ്തുവിൻ്റെ എന്ത് സ്വഭാവത്തെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഒന്ന്, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദൂത് വരുന്നത് കർത്താവിൽ നിന്ന് നേരിട്ട് വരികയാണ്. കർത്താവിൽ നിന്ന് ദൂതന്മാർ വഴി, യോഹന്നാൻ വഴി ഈ ഫൈനൽ റെസിപ്പിയൻ്റ് ഈ എഫെസോസ് സഭയാണ്. അപ്പോൾ ഈ എഫെസോസ് സഭയോട് അവരെക്കുറിച്ച് പറയുമ്പോൾ ദൈവം ആ സഭയെ നോക്കിക്കൊണ്ട് പറയുകയാണ്. അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കണക്കാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ആ നക്ഷത്രങ്ങൾ വലത് കൈ പിടിച്ചിരുന്ന അവൻ്റെ ഓണർഷിപ്പിനെ കാണിക്കുന്നു. പൊൻനിലവിളകളുടെ നടുക്ക്, വിളക്കുകളുടെ നടുവിൽ നടക്കുന്നവനെന്ന് പറഞ്ഞാൽ ഹീ ഈസ് വാച്ചിങ്, സ്ക്രൂട്ടനൈസിങ് ആൻഡ് എക്സാമിനിങ് ആൻഡ് അസസിങ് ദ ചർച്ച്. ഒരു സഭയെ അവന് അതിൻ്റെ മൂല്യം മനസ്സിലാക്കി, അതിനെ അവൻ മനസ്സിലാക്കി അതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ട് അതിനെ പരിശോധിച്ചുകൊണ്ട് നടക്കുന്നതാണ്. ഒരു എക്സാമിനേഷൻ ഹാളിൽ ഒരു ഇൻവിജിലേറ്റർ നടക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത്. വളരെ ശ്രദ്ധയോടെ, ഇന്ന് ക്യാമറയൊക്കെ ഉണ്ട്, പണ്ട് ക്യാമറകളൊന്നും ഇല്ലാതിരുന്നു. അപ്പോഴൊക്കെ ഈ അധ്യാപകൻ അല്ലെങ്കിൽ ഈ പരീക്ഷ നടത്തുന്ന ആൾ വളരെ ശ്രദ്ധയോടെ നടക്കും. ആരെങ്കിലും എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടോ നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കുക. നമ്മുടെ കർത്താവ് നമ്മുടെ സഭയിൽ അങ്ങനെ നടക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഇതെപ്പോഴും നമുക്ക് ആ ചിന്ത ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഹീ ഈസ് വാക്കിംഗ് അറൗണ്ട്. ഇവിടെ എല്ലാം നടന്നിട്ട് നമ്മൾ ഓരോരുത്തരെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഞാൻ വിചാരിക്കും ഞങ്ങളൊക്കെ എന്തെല്ലാം കുസൃതികളൊക്കെ കൊച്ചിലെയൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന്. പലരും കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ ഇരുന്ന് പടം വരയ്ക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ ഇരുന്ന് ബൈബിളിൽ നോക്കിക്കൊണ്ടിരിക്കും, പ്രസംഗം കേൾക്കുന്ന പോലെ തോന്നും. പക്ഷെ നമ്മുടെ കയ്യിലുള്ള നോട്ട്ബുക്കിൽ പടവും ഒക്കെ വരച്ച് ഇങ്ങനെ കുഞ്ഞുനാളിൽ ഇരിക്കാറുണ്ട്. ഒക്കെ പടം വരച്ച വില്ലന്മാരും ഒക്കെ ഇന്ന് വലിയ വലിയ ആൾക്കാരാണ്, പ്രഗത്ഭന്മാരൊക്കെയാണ്. അന്ന് എൻ്റെ കൂടെ ഇരുന്ന് പടം വരച്ചവരൊക്കെ ഉണ്ട് ഇന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെയാണ് ഞാനിത് മനസ്സിലാക്കിയത്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആരാ? കർത്താവ് ഇതൊക്കെ കാണുന്നുള്ളതാണ്. നമ്മൾ സഭയിലിരുന്ന് കാണിക്കുന്ന ഓരോ കൊള്ളരുതായ്മകളും, അത് മാത്രമല്ല നമ്മുടെ മനസ്സ് പോലും കർത്താവ് അറിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, സഭയെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന ഒരു കർത്താവ് ഓരോ വ്യക്തി ജീവിതത്തിലും അവരെ സഭാ ജീവിതത്തിലും എങ്ങനെയാണ് പെരുമാറുന്നുള്ളത് ദൈവം ഇൻട്രസ്റ്റഡാണ്. ദൈവത്തിന് അതിൽ താല്പര്യമുണ്ട് നമ്മളെ അനലൈസ് ചെയ്യുവാനായിട്ട്. ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, പക്ഷേ ഒന്നുകൂടെ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ദൈവം എപ്പോഴും നമ്മുടെ സഭയെയും സഭാ ജീവിതത്തെയും സഭയിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്, ഹൗ ഐ ബിഹേവ്. സഭയോടുള്ള ബന്ധത്തിൽ ഞാൻ എങ്ങനെയാണെന്നുള്ളത് അലക്ഷ്യമായിട്ടിരിക്കുമ്പോൾ, നമ്മളിതിനെ തള്ളിക്കളയുമ്പോൾ, നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പലതും നമ്മൾ പകുതിയിൽ ഇറങ്ങി പോകുന്നതൊക്കെ നമ്മൾ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ, അത്യാവശ്യമായിരുന്ന കാര്യങ്ങളാണെങ്കിൽ ആയിക്കോട്ടെ, അല്ലാതെ ഇറങ്ങിപ്പോകുന്നത്, ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്നത്, ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇറങ്ങിപ്പോകുന്നത്, പിന്നെ ചിലത് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ മുഖത്തെ ഭാവങ്ങൾ, നമ്മുടെ എക്സ്പ്രഷൻസ്, ഇതെല്ലാം കർത്താവ് കാണുന്നുണ്ട്. അറിയാതെ വരും ചില എക്സ്പ്രഷൻസൊക്കെ ഒരുപക്ഷെ നമുക്ക് വന്നു എന്ന് വരും. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇതെല്ലാം കർത്താവ് കാണുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും, ചിലപ്പോൾ അറിയാതൊക്കെ ഒരു ഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇത് കർത്താവ് കാണുന്നില്ലേ, അല്ലേ, ഇതും കർത്താവ് കാണുന്നില്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഇത് കർത്താവിൻ്റെ സ്ക്രൂട്ടനി എപ്പോഴും സഭയിലുണ്ട് എന്നുള്ളതാണ്.
അത് ഞാൻ വളരെ ഭയത്തോടെയാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സ്ഥലം സഭയെ നമ്മൾ വിചാരിക്കും ഞാൻ സ്ഥാപിച്ചു എന്നൊക്കെ. നമ്മളിപ്പോൾ ഒരിടത്ത് പോയി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥലം സഭ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഞാനാണ് സ്ഥാപിച്ചത് ഈ സഭയെ, ഞാൻ പ്രവർത്തിച്ചുകൊണ്ട് ഈ സഭ ഉണ്ടായെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അത് ശരിക്കും ഒരർത്ഥത്തിൽ അത് പ്രാക്ടിക്കലി നോക്കുമ്പോൾ അത് ശരിയായിരിക്കാം. പക്ഷേ ഇത് കർത്താവ് സ്ഥാപിച്ച സഭയാണ്, കർത്താവിനാണ് അതിൻ്റെ ഓണർഷിപ്പ്, കർത്താവാണ് അതിനെ നിലനിർത്തുന്നത്. എത്രയോ വലിയ സഭകളൊക്കെ നമ്മൾ ഇനി പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കും, സഭകളൊക്കെ ഒന്നുമല്ലാതായി തീർന്നു. വലിയ വലിയ ഫ്ലറിഷിങ് ആയിരിക്കുന്ന അസംബ്ലീസൊക്കെ ഒരുപക്ഷെ സാക്ഷ്യമില്ലാതെ ദൈവവചനത്തോട് കൂറ് പുലർത്താതിരുന്ന സഭകളൊക്കെ ഒന്നുമല്ലാതായി. ഇറ്റ് ഈസ് നോൺ എക്സിസ്റ്റിങ്, ഇല്ലാതെ പോകുന്ന സഭകൾ നമ്മുടെ ഒരു കുഴപ്പം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ താല്പര്യമില്ലായ്മ കൊണ്ട് നശിച്ചു പോകാനായിട്ട് ഇടയായി തീരരുത്. സോ ഗോഡ് ഈസ് ദെയർ ആൻഡ് ഹീ ഈസ് വാച്ചിങ്. ക്രിസ്തു നമ്മുടെ ചുറ്റും നടക്കുകയാണ്. ഇനി നമുക്ക് സഭയെക്കുറിച്ച് കാണാം, സിറ്റിയെക്കുറിച്ച് നമുക്ക് കാണാം. ഈ എഫസോസ് സിറ്റി എന്ന് പറയുന്നത് ഈ റോമൻ സാമ്രാജ്യമുണ്ടായിരുന്ന സമയത്താണ്. ഏകദേശം 2.5 ലക്ഷം, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ പോപ്പുലേഷനേക്കാളും ഒക്കെ കുറവാണ്. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള ജനങ്ങൾ ജീവിച്ചിരുന്നതായിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ എഫസോസ് എന്ന് പറയുന്നത്. അവിടെയുള്ള അവിടെ ഒരു ആംബി തിയേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ആംബി തിയേറ്ററിൻ്റെ പടമൊക്കെ കണ്ടിട്ടുണ്ടാവും. ചുറ്റും ഇങ്ങനെ പടികളൊക്കെ കെട്ടിയിട്ട് അവിടെ ഇരുന്ന ആൾക്കാർ വട്ടത്തിലാണ് ഇരിക്കുന്നത്. അതിൽ ഒരു സൈഡിൽ എൻട്രൻസ് ഉണ്ടാവും, 1-2 എൻട്രൻസ് ഉണ്ടാവും. അവിടെ നടുക്കാണ് ഈ ആംഫി തിയേറ്ററിൽ പല മത്സരങ്ങളും അവിടെയാണ് നടക്കുന്നത്, കായിക അഭ്യാസങ്ങൾ നടക്കുന്നത്. ഇവിടെയാണ് ചിലപ്പോഴൊക്കെ ന്യായവിധിയും നടക്കുന്നത്. ഏകദേശം 25,000 പേർക്ക് ഇരിക്കാവുന്ന ഒരു വലിയ ഒരു തിയേറ്റർ അവിടെ ഉണ്ടായിരുന്നു. അത് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തി 19-29 അവിടെ ഗായോസിനെയും അരിസ്തർക്കോസിനെയൊക്കെ കൊണ്ടുവരുന്നതായിട്ട് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. പിന്നെ വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഈ എഫസോസ് പട്ടണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാനിതിന് മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഈ റോമ സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ചില സ്ഥലങ്ങൾക്കൊക്കെ സ്വയംഭരണാധികാരം നൽകിയിരുന്നു. യഹൂദന്മാർക്ക് പ്രത്യേക പരിഗണന നൽകിയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഹെരോദാമിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നത്. ഈവൻ ദോ എത്രയൊക്കെ ആയാലും റോമ സാമ്രാജ്യത്തിൻ്റെ താഴെയാണ്, കീഴിലാണെങ്കിൽ തന്നെയും ചില അധികാരങ്ങളൊക്കെ ലോക്കലി കൊടുത്തിരുന്നു. നമുക്കിപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞാൽ, നമുക്കൊരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, എന്നാൽ നമുക്ക് സംസ്ഥാനങ്ങളിൽ ഗവൺമെൻറ് ഉണ്ട്. ചില അധികാരങ്ങളൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റിനാണ്, ചില അധികാരങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. 2 പേർക്കും ചേർന്നുള്ളതായിരിക്കുന്ന കൺകറൻറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ അധികാരങ്ങൾ വേറൊരു സൈഡിൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചില അധികാരങ്ങളൊക്കെ ഈ സെൽഫായിട്ട് അല്ലെങ്കിൽ ഈ സ്ഥലത്തിന് കൊടുത്തിരുന്നു. ഇവരത് മാക്സിമം ഉപയോഗിച്ചിരുന്നു. പ്രധാനമായിട്ടും അത്ലറ്റിക് ഈവൻറ്റ്സ് അല്ലെങ്കിൽ കായിക അഭ്യാസങ്ങളൊക്കെയാണ് അവിടെ നടത്തിയിരുന്നത്. അവർക്ക് അവിടെ ഒരു വലിയൊരു ഹൈവേ ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ നഗരത്തിന്. എന്നാൽ ഗ്രാജ്വലി വാട്ട് ഹാപ്പൻസ്, അത് ഈ നഗരത്തിൽ ഈ കടലിലെ മണൽ അടിഞ്ഞുകൂടി ഈ നഗരം നശിച്ചു പോകാനായിട്ട് ഇടയായിത്തീർന്നു. ഇതെപ്പോഴാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ യോഹന്നാൻ്റെ സമയത്ത് തന്നെ സംഭവിച്ചതാണ്. യോഹന്നാൻ ജീവനോടിരിക്കുമ്പം തന്നെ അതിനിടയിൽ അതിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇത് ഒത്തിരി മണൽ കയറി ഈ നഗരം നശിച്ച് പോയി. ഇന്ന് നമ്മൾ ധനുഷ്കോടിയെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്കറിയാം, ധനുഷ്കോടി അങ്ങനെയാണ്. ഒരു കാലത്തിൽ പ്രതാപത്തിലിരുന്ന ഒരു സ്ഥലമാണ്. തമിഴ്നാട്ടിൻ്റെ ശ്രീലങ്കയ്ക്ക് ഇടയിലുള്ളതായിരിക്കുന്നത് ധനുഷ്കോടി എന്ന് പറഞ്ഞ സ്ഥലം. അത് ഇന്ന് മണ്ണ് കയറി പോകാൻ വിസിറ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ചരിത്രം പറയുമ്പോഴൊക്കെ ഇച്ചിരി നമുക്ക് ഒരു ആലസ്യമൊക്കെ വരും, സുഖകരമായിരിക്കുന്ന ആലസ്യം. ഇനി മുൻപോട്ട് പോകുമ്പോൾ ഈ എഫസോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവർക്ക് ആരാധിക്കാനുള്ളത് അർത്തമീസ് ദേവിയാണ്. അർത്തമീസ് ദേവിയാണ്, ഡയാന എന്ന് പറയും. ഇന്ന് നമുക്ക് പിള്ളേർക്കൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ പേരിടാറുണ്ട്. ഇപ്പോഴത്തെ ജനറേഷനിൽ, കഴിഞ്ഞ ജനറേഷനിൽ ഇടുന്ന പേരായിരുന്നു ഡയാന എന്നുള്ളത്. നമുക്ക് ജനറേഷൻ അനുസരിച്ച് പേരുകൾ മാറുമല്ലോ അല്ലേ. ഇപ്പോൾ ബാബു അപ്പൂപ്പനുണ്ട്, ബാബു അപ്പച്ചനുണ്ട്. പണ്ട് ബാബു എന്നുള്ളത് കുഞ്ഞുങ്ങൾക്കിടുന്ന പേരായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ പേരുകളുടെ മാറ്റം. ഇപ്പോൾ സുരേഷ് എന്ന് പറഞ്ഞാൽ സാധാരണ കുഞ്ഞുങ്ങൾക്കിടുന്ന പേരായിരുന്നു. ഇപ്പോഴാണ് സുരേഷ് എന്നുള്ളത് വലിയ വലിയ 50-70 വയസ്സുള്ള ആൾക്കാർക്ക് പേര് വന്നു പോയത്. അപ്പോൾ ഇതേപോലെ പണ്ട് ഒരു കാലത്ത് ഡയാന എന്നുള്ള പേരിടും. ഈ ഡയാന എന്നുള്ള വാക്ക് ഇവിടെ നിന്ന് വന്നിരിക്കുന്നതാണ്. ഡയാന അർത്തമീസ് എന്ന് പറയുന്ന ദേവിയുടെ വാക്കുകൾ. സോ ഇതുകൊണ്ട് ഈ അർത്തമീസിൻ്റെ, ഈ ഡയാനയുടെ എല്ലാ വർഷവും ഇവർക്കൊരു സെലിബ്രേഷനൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഈ അർത്തമീസിൻ്റെ വലിയ ഐഡലൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഐഡലിൻ്റെ ഒരു പകർപ്പാണ് ഇവിടെ കാണിക്കുന്നത്, ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ഐഡലിനെ അവിടെ കാണാനായിട്ട് കഴിയും. ഈ അർത്തമീസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്
സ്വർഗത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നതാണെന്നാണ് വിശ്വസിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദേവതയാണെന്നാണ് അവിടെ അവർ വിശ്വസിച്ചിരുന്നത്. ഇവിടെയുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ഹാഡ് എ ഹിസ്റ്റോറിക്കൽ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഉന്മാദ അവസ്ഥയിലുള്ള ആരാധന. അപ്പോൾ ഈ ഉന്മാദ അവസ്ഥയിലുള്ള ആരാധനയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പല ഇടങ്ങളിലും നമുക്ക് ദേവാലയങ്ങളിലൊക്കെ ഈ ഉന്മാദാവസ്ഥയിലുള്ള ആരാധനയുണ്ട്. എക്സ്ട്രസിൽ അങ്ങോട്ടാകുക. നിങ്ങൾ വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് കഴിയും, പത്രത്തിലൊക്കെ റിപ്പോർട്ട് വരും. അവരെ സ്വയം മറന്നുകൊണ്ട് അവരുടെ ശരീരത്തിൽ ചില അന്യ ആത്മാക്കളൊക്കെ പ്രവേശിച്ചിട്ട് ഇതൊരു സൈക്കോളജിക്കൽ ഇതിൽ അവരെ ഉന്മാദ അവസ്ഥയിലേക്ക് വന്ന് ആരാധിക്കുന്ന ഒരു സ്ഥലമായിരുന്നു എഫെസോസ്. ഇവരെല്ലാം ഇങ്ങനെയുള്ളവരുടെ ആരാധന ഉണ്ടായിരുന്നു. അതിന് ഈ ഈനക്സ് ഉണ്ടായിരുന്നു, ഷണ്ടന്മാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ LGBTQ ഒക്കെ അവിടെ അവർ കൂടി വന്ന് അവിടെ അവരെ ആരാധിക്കാൻ. ഇതൊരു പുതിയ കൺസെപ്റ്റ് അല്ലേ, ഞാൻ ഇടയിലൊന്ന് പറയട്ടെ. LGBTQ ഒന്ന് പുതിയൊരു കൺസെപ്റ്റ് അല്ല. ഇറ്റ് എക്സിസ്റ്റഡ് ഫ്രം ദ ടൈം മെമ്മോറിയൽ, അന്ന് മുതൽ ഉള്ള ഒരു കൺസെപ്റ്റാണ്. ഇന്നാണ് അവരുടെ റൈറ്റ്സ് അവകാശപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈനക്സ് ഉണ്ടായിരുന്നു, സ്ലേവ്സ് ഉണ്ടായിരുന്നു, പ്രവാചകന്മാരുണ്ടായിരുന്നു. ഇതെല്ലാം നിങ്ങൾ ഈ സഭയുമായിട്ട് ചേർത്ത് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിരുന്നു, ദുർമാർഗത്തിൽ നടക്കുന്ന സ്ത്രീകളുണ്ടായിരുന്നു, പിന്നെ ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ഒരു ക്രിമിനൽസ് ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു, മ്യൂസിഷ്യൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം നോക്കുക. ഈ വക കാര്യങ്ങളെല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ അർത്തമീസ് ദേവി, ഡയാന ദേവിയുമായിട്ടാണ്. അന്യ ജാതികളുടെ അല്ലെങ്കിൽ ഈ ദേവതമാരുടെ ദൈവങ്ങളൊക്കെ ആരാധിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ വിശ്വാസികളായിരിക്കും, നമ്മൾ ഇതിൻ്റെയൊക്കെ ചില കോപ്പീസ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. വാട്ട് ഹാപ്പൻസ്, ഇതെല്ലാം നമ്മൾ കണ്ട് വളർന്നു കഴിയുമ്പോഴത്തേന് ഈ ഉന്മാദ അവസ്ഥയിലുള്ളൊരു ആരാധനയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മളിത് കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ത്രില്ലാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ സോളിഷ്. നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മളെ ഉന്മാദം കൊണ്ടുവന്ന് നമ്മളെ ഉയർത്തിയ ഒരു മാനസിക അവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഞാൻ ഇടയ്ക്കൊന്ന് ഡൈവേർട്ട് ചെയ്തൊക്കെ ചില കാര്യങ്ങളൂടെ പറയുന്നത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ അറിയാമായിരിക്കും പലർക്കും. ബാംഗ്ലൂരിൽ ഒരു മൂവ്മെൻ്റ് ഉണ്ട്, എനിക്ക് വളരെ ഫണ്ണി ആയിട്ട് തോന്നി. ബാംഗ്ലൂരിൽ ഒരു മൂവ്മെൻ്റ് അവർ ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു പാട്ട് പാടാനായിട്ട് അവരങ്ങ് ഡിക്ലെയർ ചെയ്യും. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, യങ്സ്റ്റേഴ്സ്, ഒരു പാട്ട് അവർ ഡിക്ലെയർ ചെയ്യും, ദിസ് സോങ് എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാട്ട് പാടാൻ താല്പര്യമുള്ളവരെല്ലാം ഇന്ന സ്ഥലത്ത് കൂടി വരിക. അപ്പോൾ അവരെല്ലാവരും ഈ പാട്ടിങ്ങനെ നെറ്റ് വഴിയൊക്കെയാണ് ഇവർ പറയുന്നത്. ഈ പാട്ടായിരിക്കും ഞങ്ങൾ ഈ ആഴ്ച പാടാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ടൈം മനസ്സിലാകുന്നുണ്ടോ? ഒരു ഡേറ്റും ടൈമും ഒരു സ്ഥലവും പറഞ്ഞേക്കും. ഇത് ഇവർ പ്രാക്ടീസ് ചെയ്യുമോ അറിയാവുന്നവർ ഇതെല്ലാവരും ഒരുമിച്ച് കൂടി വന്നിട്ട് അവർ ഈ പാട്ട് ഉച്ചത്തിൽ പാടുക. ദർ ഇസ് നോ റിലീജിയൻ, മതവുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ പാട്ട് പാടുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഉന്മാദാവസ്ഥയുണ്ടല്ലോ. നിങ്ങളൊന്ന് നെറ്റിൽ സെർച്ച് കഴിഞ്ഞാൽ പാട്ട് നല്ലതാണ്. മിക്കവാറും പാടുന്നത് അബ്ബായുടെ പാട്ടുകൾ, ബോണി എമ്മിൻ്റെ പാട്ടുകളൊക്കെ ഭയങ്കര നമുക്ക് ഇമ്പോർട്ടൻ്റാണ്, നമ്മളെ ഉത്തേജിപ്പിക്കുന്ന പാട്ടുകളാണ്. ഇങ്ങനെയുള്ള ചില പാട്ടുകളാണ് അവർ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവർ പറയുന്നത് ഈ പാട്ടുകളുടെ വൈബ്രേഷൻ, ഈ പാട്ടുകൾ ഒരുമിച്ച് പാടുമ്പോൾ ഫ്രീ ആയിട്ട്, നോബഡി ഈസ് ടു കൺട്രോൾ, ആരും കൺട്രോൾ ചെയ്യാനില്ല. കണ്ടക്ടറുണ്ട്, നടത്തുന്ന ആളുണ്ട്, പക്ഷേ ദേ ആർ ഓൾസോ നോട്ട് കൺട്രോളിങ്. പക്ഷേ എല്ലാവരും ഒരുമിച്ച് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നു, എല്ലാവരും ഒരുമിച്ച് എത്ര ഉച്ചത്തിൽ പാടാൻ പറ്റുമോ പാടുക എന്നുള്ളതാണ്. ഐ വാസ് സോ ഫാസിനേറ്റഡ്. ഇത് കാണുമ്പോൾ വളരെ രസകരമാണ്. ഞാൻ വിചാരിക്കും നമ്മളിങ്ങനെയൊക്കെ ഒന്ന് പാടിയാൽ എന്ത് ഉത്സാഹമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അവർ പറയുന്ന കൺസെപ്റ്റ്സ് വളരെ നല്ലതാണ്. കൈയടിക്കുക, ആടുക, നമ്മൾ ഇളകുക, ശരീരത്തെ മതിമറന്ന് പാടുക എന്നുള്ളതാണ്. ഓക്കെ, പാടുമ്പോൾ കിട്ടുന്ന എനർജി, അവർക്ക് കിട്ടുന്ന ഊർജം ഭയങ്കരമാണ്. എന്നാണ് അതൊരു വലിയ മൂവ്മെൻ്റായിട്ട് വന്നുകൊണ്ടിരിക്കുക, വലിയൊരു മൂവ്മെൻ്റായിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുക. സി, ദീസ് ആർ ഓൾ ഗോയിങ്. അതിൻ്റെ റൈറ്റ് ട്രാക്കിൽ പോവുകയാണെങ്കിൽ, ശരിയായ നിലയിൽ പോകുകയാണെങ്കിൽ, നമ്മുടെ സഭകളിൽ നമ്മളൊന്ന് കൈയടിച്ച് പാടിയാൽ എന്ത് ഉത്സാഹമായിരിക്കും. ഒരു ഉന്മേഷത്തിൽ നമ്മളൊന്ന് പാടിയാൽ, ആ ജാതികൾ പാടുന്നതിൻ്റെ കൂട്ട് പാടാനല്ല, ഉന്മാദാവസ്ഥയിൽ പാടുകയല്ല, നമ്മളൊന്ന് തുറന്നൊക്കെ ഒന്ന് പാടിയെങ്കിൽ നമുക്ക് വായൊക്കെ തുറക്കാനായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ, അല്ലേ? പാട്ട് പാടുമ്പോൾ ഞാൻ വിചാരിക്കും മെയിൻ ലൈൻ ചേർച്ചുകളിൽ അവരെപ്പോഴും പഠിപ്പിക്കുന്നത് തുറന്ന് പാടാനാണ്. ഓക്കെ, ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർക്ക് നല്ലതായിട്ട് അറിയാൻ പറ്റും. മൗത്ത് ഓപ്പൺ
ഓപ്പൺ ചെയ്ത് വേണം പാടാൻ. അവരും 4 ഇതിലൊക്കെയാണ് പാടുന്നത് അല്ലേ. ബാസുരും എന്തൊക്കെയാണ് വാക്കുകൾ, സൊപ്രാനോ പാടുന്നു, ഇത് പാടുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട്, 4 രീതിയിൽ പാടും. നമ്മളതൊന്നും പാടുന്നില്ല, ബട്ട് അതൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ അവർ പാടുമ്പോൾ അവരുടെ വായും എല്ലാം നല്ല ഓപ്പണാകും. നമ്മൾ ഹമ്മി ചെയ്യാണ്, നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഹമ്മി ചെയ്യാണ്. അപ്പോൾ ഹമ്മി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മുടെ എനർജി ഒന്നും അവിടെ വരുന്നില്ല, ഒന്നും വരുന്നില്ല. നമ്മൾ വാ തുറന്ന് 1-2 പേരേ ഉള്ളൂ എനിക്ക് തോന്നി ഈ സഭയിലെ സഹോദരന്മാരുടെ സൗണ്ട് കേൾക്കാം. നല്ല വായ തുറന്ന് പാടുന്നവർ സഹോദരന്മാരെ കുറേ പേരുണ്ട്. അപ്പോൾ ഈ ഉച്ചത്തിൽ പാടുമ്പോൾ അതിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വം. നമ്മളതിൻ്റെ റൈറ്റ് ട്രാക്ക് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനീ പറയുന്നത്. പക്ഷേ ഈ സ്ഥലങ്ങളിലൊക്കെ അന്ന് മുതലേ 2000 വർഷങ്ങൾക്ക് മുമ്പേ അവർക്ക് ഇങ്ങനെ അവർ പാട്ടുകൾ പാടുകയും അവർ ഉന്മാദാവസ്ഥയിലെ അവരുടെ ദേവതമാരെ ആരാധിക്കുകയും ചെയ്തിരുന്നു. അവിടെയുള്ള സഭയെക്കുറിച്ച് നമുക്ക് പഠിക്കണമല്ലോ. വൺ ഓഫ് ദ ബെസ്റ്റ് ചേർച്ച് ഇൻ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ടൈംസ്. ആ സമയത്തുണ്ടായിരുന്ന ഏറ്റവും നല്ല ഒരു സഭയായിരുന്നു, വലിയ സഭയുമായിരുന്നു ഇത്. അത് അവിടെ അവർ സുവിശേഷം എത്തിച്ചേർന്നത് പ്രിസ്കില്ലയുടെയും അക്വിലയുടെയും നേതൃത്വത്തിലാണ്. അവരാണ് അവിടെ സഭ ആരംഭിച്ചതിന് കാരണമായി തീർന്നത്. അവിടെ അവർ ആ സഭാ പ്രവർത്തനങ്ങൾ നടത്തുകയും അത്രയും വലിയൊരു സഭ ഉണ്ടാകുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അവിടെ പൗലോസ്, ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, തിമോത്തിയോസും ഒനേസിഫോറോസും തിഹിക്കോസും ഒക്കെ അവിടെ അനേകരുടെ അധ്വാനമുണ്ടായിരുന്ന ഒരു സഭയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പോൾ പൗലോസിൻ്റെ ഏറ്റവും കൂടെ പ്രവർത്തിച്ചവരാണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ സഹപ്രവർത്തകരാണ് ഈ പ്രിസ്കില്ലയും അക്വിലയും. അവിടെ പിന്നെ അവരോടാണ് അപ്പല്ലോസ് പിന്നെ ജോയിൻ ചെയ്യുന്നത്. രണ്ടാമത്തെ പൗലോസിൻ്റെ മിഷണറി ജേണിയിൽ പൗലോസിന് 3 മിഷണറി യാത്രകളാണ്. അതറിയാമല്ലോ, എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. 3 മിഷണറി യാത്രകളാണ്. അത് നിങ്ങളുടെ സെപ്പറേറ്റ് സ്റ്റഡിയിൽ നിങ്ങൾ നോക്കിയാൽ അതൊരു സ്റ്റഡിയാണ്. മിഷണറി യാത്രകൾ, പൗലോസിൻ്റെ മിഷണറി യാത്രകൾ. അപ്പോൾ പൗലോസിൻ്റെ ഈ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ പിന്നെ അവിടെ നല്ല മിനിസ്ട്രി നടന്നു. പിന്നെ 3-ാമത്തെ മിഷണറി ജേണിയിലും അവിടെ സംഭവിക്കുന്നുണ്ട്. അവിടെ തിമോത്തിയോസ് മൂപ്പനായിട്ടും ശുശ്രൂഷ ചെയ്തിരുന്നു. അവിടെ രക്ഷിക്കപ്പെട്ട് വന്നവരൊക്കെ ഭൂരിപക്ഷം പേരും എങ്ങനെയുള്ളവരായിരുന്നെന്ന് ആർക്കെങ്കിലും പറയാമോ? എഫെസോസിൽ രക്ഷിക്കപ്പെട്ട് വന്നവർ എങ്ങനെയുള്ളവരായിരുന്നു? അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 17, 18, 19 ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 17, 18, 19. ഇത് എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവർക്കൊക്കെയും ഭയം തട്ടി. കർത്താവായ യേശുവിൻ്റെ നാമം മഹിമപ്പെട്ടു. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണെ ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയാറെ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. ഈ മാജിക് ആർട്ട് അല്ലെങ്കിൽ ക്ഷുദ്രപ്രയോഗങ്ങൾ ഇതൊക്കെ ചെയ്തിരുന്ന ഒരു ജനമാണ് അവിടെ. അപ്പോൾ എത്രമാത്രം ആ ജനത്തിൻ്റെ ആത്മീയ പാപ്പരത്വം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ മാജിക്കൊക്കെ കണ്ട് നമ്മളൊക്കെ ആസ്വദിക്കാൻ ഉള്ള രീതിയിലാണ് അവരെപ്പോഴും ഈ മാജിക്ക് കാണിക്കുന്നത്. അത്ഭുതം ഉണ്ടാക്കുക അല്ലേ? ഇത് കണ്ടിട്ട് ഇതെങ്ങനെയാണ് ഇവർ പ്രവർത്തിച്ചത്, എങ്ങനെയാണ് ഇത് ചെയ്തതെന്നുള്ളത്, ഈ ക്ഷുദ്രപ്രയോഗങ്ങൾ അല്ലെങ്കിൽ മാജിക്ക് ഇതൊക്കെ കണ്ട് നമ്മൾ അത്ഭുതം കൂറുന്ന ആൾക്കാരാണ്. ഇത് ഈ അവരെയൊക്കെയും ഈ അന്ധവിശ്വാസത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഈ മാജിക്കൽ ആർട്ട് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇക്കാലങ്ങളിൽ ഇതിൻ്റെ പൊള്ളത്തരം എന്താണെന്നുള്ളത് പല പ്രത്യേകിച്ച് നിരീശ്വരവാദികൾ, അത് ഒരു കണക്കിന് അവരെ നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഈ കാര്യത്തിൽ നിരീശ്വരവാദികൾ ഒത്തിരി പേര് ഈ മാജിക് ആർട്ടിൻ്റെ തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് അവർ പുറത്തു കൊണ്ടുവന്നു. എസ്പെഷ്യലി ഈ സായിബാബയും മറ്റു ആൾക്കാരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അവരുടെ മാജിക്കൽ ആർട്ടുകളൊക്കെ. ഇതിനൊക്കെ എത്ര പേരാണ് ഇതിലൊക്കെ വീണ് കിടക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അന്ധത പിടിപ്പിക്കുന്നതാണ് ഈ വക കാര്യങ്ങളൊക്കെ. മനുഷ്യനെ എത്രമാത്രം അന്ധത പിടിപ്പിക്കുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ആ രീതിയിൽ ആ എഫെസോസ് സഭയിലുള്ളവരുണ്ടായിരുന്നു, എഫെസോസിൽ നഗരത്തിലുണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്നാണ് ഇവരൊക്കെ രക്ഷിക്കപ്പെടുന്നതും. എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? അവരതെല്ലാം കത്തിച്ചു കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. ദേ ബേൺഡ് എവരിത്തിങ്. അവരുടെ ഈ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരാ പഴയ ട്രഡീഷനെയൊക്കെ അവർ നശിപ്പിച്ചിട്ടാണ് വരുന്നത് ഓൾ ടുഗദർ. പിന്നെ ഒരിക്കലും അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അതിനെടുത്ത് റെഫർ ചെയ്യാനോ തിരിച്ചതിലേക്ക് പോകാനോ ഇടയാകാതെ വണ്ണം അതിനെയൊക്കെ നശിപ്പിച്ചിട്ടാണ് അവർ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് മനസ്സിലാക്കണം. സോ ദേ ഡോണ്ട് വാണ്ട് ടു റിട്ടേൺ ബാക്ക്. എന്നാൽ ഇന്ന്
പല കാര്യങ്ങളും തിരിച്ചു വന്നിരിക്കുക. ഈ മാജിക് ആർട്ടും മാജിക്കൽ തിങ്സും ഇതൊക്കെ തിരിച്ച് പലയിടങ്ങളിൽ വന്നിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. പല പ്രവാചകന്മാരെന്നൊക്കെ പറയുന്നവരൊക്കെയും ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവരുണ്ട്, മറ്റ് കള്ളപ്രവചനം ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വളരെ അത്ഭുതപരതരായിട്ടൊക്കെ ഒരുപക്ഷെ ഇരുന്നു എന്ന് വരാം. പക്ഷേ ഇതിനൊന്നും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു സ്ഥാനവുമില്ല. ഇതിന് ശേഷം അവർക്കുണ്ടായത് അവിടെ വലിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കാരണം അവരുടെ സാമ്പത്തികമായിരിക്കുന്ന എക്കോണമിക് പ്രോബ്ലത്തിലേക്ക് അത് കൊണ്ടുചെന്ന് എത്തിച്ചു. അവരുടെയൊക്കെ വരുമാനമൊക്കെ നിലച്ചു, ഇങ്ങനെയൊക്കെ ആയി. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോസിറ്റീവ് സൈഡെന്ന് പറയുന്നത്, അവിടെ ഉണ്ടായിരുന്ന എൽഡേഴ്സ്, മൂപ്പന്മാർ, സഭയിലുള്ള മൂപ്പന്മാരൊക്കെയും വളരെ ആത്മീയരായിരുന്നു സഭയെ. അതുകൊണ്ടാണ് സഭ വളരാനായിട്ട് ഇടയായിത്തീർന്നത്. ശരിയായിരിക്കുന്ന നല്ല ആത്മീയരായിരിക്കുന്ന സഹോദരന്മാരും ആത്മീയരായിരിക്കുന്ന നേതൃത്വവും ആത്മീയരായിരിക്കുന്ന ആൾക്കാരും ഉണ്ടെങ്കിൽ സഭ വളരും എന്നുള്ളതാണ്. അപ്പോൾ ഒരു സഭ വളരുന്നില്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് അവിടെയുള്ള സഹോദരന്മാരുടെ ആത്മീയത്വമാണ്. ആത്മീയത്വമില്ലെങ്കിൽ സഭ ഒരിക്കലും വളരത്തില്ല. എഫെസോസ് സഭ വളരാനായിട്ട് ഇടയായിത്തീർന്നത് ആത്മീയത്വമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പഠനം സ്കോളസ്റ്റിക് ലെവലിൽ നിന്ന് എന്ത് ചെയ്യണം, പെറ്റിസ്റ്റിക് ലെവലിലേക്ക് മാറണം. അറിവ് മാത്രമല്ല, ഈ അറിവ് നമുക്ക് എന്തായി തീരണം, അതൊരു ഭക്തിയായിട്ട് മാറണം. ഭക്തിയുടെ കുറവാണ് നമ്മുടെ സഭകളിലൊക്കെ ഉള്ളത്. ബഹുമാനമില്ല, ദൈവത്തെ ഭയമില്ലാതെയുള്ള നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെയാണ്. ആ ദൈവഭയമില്ലാത്തത് കൊണ്ട് സഭ വളരുന്നില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ചർച്ച് പീരീഡ്, സഭാ കാലയളവ്. എഫെസോസിൻ്റെ പേര്, ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഡിസയേർഡ് വൺ, അഭികാമ്യമായിരിക്കുന്നത് എന്നുള്ള ഒരു പേര് തന്നെയാണ് ആ വാക്കിൻ്റെയും അർത്ഥം. അപ്പോൾ ആ എഫെസോസ് സഭയെക്കുറിച്ച് പറയുമ്പോഴും ഡിസയറബിൾ ആയിരിക്കുന്ന, ഏറ്റവും നല്ല, നമുക്കിഷ്ടപ്പെടുന്ന ഒരു സഭ എന്നുള്ളതാണ്. ഇത് വായിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ നമ്മുടെ സഭയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ സഭകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇഷ്ടം തോന്നുമോ എന്നുള്ളതാണ്. അല്ലേ? ഇഷ്ടം തോന്നുന്നത് എങ്ങനെയാണ് ഇഷ്ടം തോന്നുന്നത്? അല്ലേ? നമുക്ക് ഒരാളെ ഇഷ്ടം തോന്നുന്നത് എങ്ങനെയാണ്? ഒരാളോട് ഇഷ്ടം തോന്നുന്നത് എന്തുകൊണ്ടാണ്? അയാളുടെ പേഴ്സണാലിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലേ? അയാളുടെ പേഴ്സണാലിറ്റി നല്ലതാണ് എന്ന് വെച്ചാൽ ശരീര ഇത് മാത്രമല്ല, അദ്ദേഹത്തെ കണ്ടാൽ നമുക്ക് അപ്രോച്ചബിളാണ്, നമുക്ക് സംസാരിക്കാൻ തോന്നും, അല്ലേ? നമുക്ക് ഇടപെടാൻ തോന്നും എന്നുണ്ടെങ്കിൽ ചില വ്യക്തികളെ നമ്മൾ ഇഷ്ടപ്പെടും. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണ്, നമ്മുടെ നേർക്കൊരു നോട്ടമുണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ സഭ പൊതുവായിട്ട്, ഞാൻ പറയുന്ന ഒരു വ്യക്തിയല്ല, സഭ പൊതുവായിട്ട് മറ്റുള്ളവർക്ക് നമ്മളെ കണ്ടാൽ ഡിസയർ തോന്നണം, ആഗ്രഹം തോന്നണം. പിടികിട്ടുന്നുണ്ടോ? ഇവിടോട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വരാനായിട്ട് ആഗ്രഹം തോന്നുന്ന ഒരു സഭയായിരിക്കണം. ഇത് നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യം. ഞാനിതിങ്ങനെ വലിച്ചു നീട്ടി പറയുന്നു എന്നൊരു പക്ഷേ തോന്നും, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ എന്ന് തോന്നും. എന്നാലും ഒന്നുകൂടെ ഒന്ന് ഞാൻ എംഫസൈസ് ചെയ്യുന്നത്, നമുക്ക് അങ്ങനെ ഒരു പെരുമാറ്റം വേണം. നമ്മുടെ വീട് വിസിറ്റ് ചെയ്യുന്നത് ആരാ വിസിറ്റ് ചെയ്യുന്നത്? ഞാൻ പത്രത്തിലൊക്കെ വായിക്കുമ്പോൾ ചിലയിടത്തൊക്കെ ഈ ചില അത്യാഹിതങ്ങളൊക്കെ നടക്കുന്ന വീട്ടിൽ അതിന് താഴെ എഴുതിയേക്കും, ചുറ്റുമുള്ളവർക്ക്, അയൽവക്കക്കാർക്ക് ഇവരോട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. എന്തൊരു കഷ്ടമല്ലേ? നൈബേഴ്സിന് ബന്ധമില്ല, ബന്ധുമിത്രാദികൾക്ക് ബന്ധമില്ല. കാരണം ആർക്കും അവരെ വിസിറ്റ് ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നു, ആർക്കും അവരോട് സഹവാസം പുലർത്താൻ ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ സ്വഭാവവും നമ്മുടെ വീടുകളിലെ നമ്മുടെ അവസ്ഥയും അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ സഭയുടെ അവസ്ഥയും എങ്ങനെയായിരിക്കണം. മറ്റുള്ളവരെ റിസീവ് ചെയ്യാനും, മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനും, മറ്റുള്ളവരോട് കുശലാന്വേഷണം നടത്താനും, അവരാരാണെന്നറിയാനും, അവരുടെ ചില കാര്യങ്ങൾ ഞാൻ എപ്പോഴും വിചാരിക്കും, എനിക്കതിൽ കുറവുണ്ട്. ദ സ്വീറ്റസ്റ്റ് വേർഡ് ഇൻ ദ ലാംഗ്വേജ് ഏതാണ്? ഏറ്റവും നല്ല വാക്ക് എന്താണ് അറിയാമോ? ഏറ്റവും നല്ല നെയിം. ഒരു വ്യക്തിയുടെ പേരാണ് ഏറ്റവും സ്വീറ്റസ്റ്റ്, അല്ലേ? ആ വ്യക്തിക്ക് സ്വീറ്റസ്റ്റാണ്. നമ്മൾ ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ, ഞാൻ ചില ടോപ്പ് ഒഫീഷ്യൽസിനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ചില ടോപ്പ് ഒഫീഷ്യൽസൊക്കെ ഞങ്ങളൊക്കെ മീറ്റിങ്ങിനൊക്കെ ഇരിക്കുമ്പോഴേ, ഒത്തിരി പേര് മീറ്റിങ്ങിലിരിക്കുമ്പോഴൊക്കെ ആ ചെയർ ചെയ്യുന്ന വ്യക്തി പേര് പറഞ്ഞ് വിളിക്കും. ഇത് വലിയൊരു കഴിവാണ്. സെക്യുലർ വേർഡിൽ തന്നെ ഞാൻ പറയുകയാണ്, വലിയൊരു കഴിവാണ്. പറഞ്ഞിട്ട് ബാബു ജോൺ കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോഴത്തേന് അറിയത്തില്ല നമുക്ക് എങ്ങനെയാണ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്നും പറയണമെന്നും ഉള്ളത്, അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യം പ്രസൻറ്റ്. ഐ ഫീൽ ഞാൻ അവരുടെ മധ്യത്തിൽ എനിക്ക് തോന്നുന്നത് ഞാൻ എന്താ ആണ്, അല്ലേ? വേറൊന്നും പറയുന്നില്ല. ബാബു ജോൺ നല്ല ഭയങ്കര വർക്ക് ചെയ്യുന്ന ആളാണെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ ദ
ദ ടോപ്പ് ഒഫീഷ്യൽ ഈസ് റെക്കഗ്നൈസിങ് മീ എന്നുള്ളതിൻ്റെ ഒരൊറ്റ ഇത് മതി എൻ്റെ പേര് ഉപയോഗിക്കാൻ. നമ്മൾ വരുന്നവരെ നമ്മളൊന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ടൊന്ന് പേര് പറയാനായിട്ട്. എനിക്ക് ഈ പേര് ഓർമ്മ നിൽക്കത്തില്ല, ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചിലപ്പം ചുറ്റി വളച്ചൊക്കെ പോകും. എന്നാലും ഞാൻ പറയുകയാണ്, ഈ പേര് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഞാനെപ്പോഴും വിചാരിക്കും, ഈ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചാലുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കാണുമ്പോൾ ആ പേര് ഓർമ്മ വന്നത് എന്തുകൊണ്ടാണ്? പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഗ്രൂപ്പായിട്ടും പേഴ്സണലിയും ഒക്കെ പ്രാർത്ഥിക്കുന്നുള്ളത് കൊണ്ട് അത് നമ്മളിനി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ് ഈ പേര് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇതൊക്കെ ഇടയ്ക്കെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞു, സ്കോളസ്റ്റിക് ലെവലിൽ മാത്രമല്ല, ദ ഹോൾ പേഴ്സണാലിറ്റി ഹാസ് ടു ചേഞ്ച്. ഞാൻ അങ്ങനെ പഠിപ്പിച്ച് വളർന്നതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പഠിപ്പിക്കുന്നത്. തെറ്റായിട്ട് എന്നെ ധരിക്കില്ല ആരും. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും സ്വഭാവത്തിൽ എല്ലാ രീതിയിലും മാറ്റങ്ങൾ വരണം എന്നുള്ളത് കൊണ്ടാണ്. ഈ എഫെസോസിനെ കുറിച്ച് പറയുന്നത് ഡിസൈർഡ് വൺ, ആഗ്രഹിക്കത്തക്ക നല്ല ഒരു സ്വഭാവമുള്ള നല്ലൊരു ക്യാരക്ടറുള്ള ഒരു സഭയായിട്ട് അത് ഇരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ആദിമ സഭയായിരുന്നുകൊണ്ട് അപ്പോസ്തലിക ഉപദേശമൊക്കെ നേരിട്ട് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു സഭയാണ്. ഇനി കമൻറ്റേഷൻ എന്താണ് അവരെക്കുറിച്ച് പറയുന്നത്? അവിടെ കർത്താവ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെ എന്താ പറയുന്നത്? ഞാൻ നിൻ്റെ, രണ്ടാമത്തെ വാക്യം, പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞതും അപ്പോസ്തലന്മാരല്ലാതിരിക്കുക തങ്ങൾ അപ്പോസ്തലന്മാർ പറയുന്നില്ല, നീ പരീക്ഷ കള്ളന്മാരെന്ന് കണ്ടതും. സോ മെനി തിങ്സ് അവരെക്കുറിച്ച് പറയാനായിട്ട് ഉണ്ട്. ഐ നോ യുവർ ഡീഡ്സ്, നിൻ്റെ പ്രവൃത്തിയെ എനിക്കറിയാം എന്നുള്ളതാണ്. അവരുടെ ഈ പ്രവൃത്തി എന്നുള്ള വാക്കുണ്ടല്ലോ, അതിൻ്റെ ശരിക്കുള്ള അർത്ഥം നമ്മൾ സാധാരണ പ്രവൃത്തി എന്നുള്ളതിനേക്കാൾ ഇച്ചിരി ബൃഹത്താണ് ആ വാക്ക്. നിങ്ങളുടെ പ്രവൃത്തികളെന്ന് പറഞ്ഞത് നിന്നെക്കുറിച്ച് ഓൾ ടുഗദർ എനിക്കറിയാം, അതാണ് എൻ്റെ അർത്ഥം. എല്ലാം അറിയാം നിന്നെക്കുറിച്ച്. നമ്മൾ ഈ പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്, ശ്രദ്ധിക്കണേ, ഓരോ കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കുന്നത്. ഞാൻ മൈക്കെടുത്ത് ഫിറ്റ് ചെയ്തു, പാട്ടുപാടി, തമ്പേറടിച്ചു, ഇന്ന് അടിച്ചല്ലോ, നമ്മൾ ടാമറിനടിച്ചു, ഇങ്ങനെയുള്ള ഓരോ പ്രവൃത്തി എന്നുള്ളതിനേക്കാളും ദ ഹോൾ ആക്ടിവിറ്റി, നിൻ്റെ എല്ലാ പ്രവൃത്തികളും അറിയാമെന്നുള്ളതാണ്. സ്പെസിഫിക് ആയിരിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്നു, ഒരു പ്രസംഗമോ ഒരു സാക്ഷ്യമോ, ഇതൊന്നുമല്ല, അതല്ലെന്നുള്ള, അതിനേക്കാളും മുകളിൽ നിൻ്റെ പ്രവൃത്തികൾ, ദ ഹോൾ തിങ്, നിന്നെക്കുറിച്ച് പൊതുവായിട്ട് നിന്നെക്കുറിച്ച് അറിയാമെന്നുള്ള വാർത്താണ് ഓയിഡ എന്നൊരു വാക്കാണ്, ദ ഫുൾ നോളജ്. അപ്പോൾ ഇവിടെ വേറൊന്നുകൂടെ, ഈ ഫുൾ നോളജ് എന്ന് പറയുമ്പോൾ അവിടെ നീ ഇപ്പോൾ എന്തായിരിക്കുന്നു, നീ ഇനി എന്താകുമെന്നുള്ളതല്ല അവിടുത്തെ ആ വാക്കിൻ്റെ അർത്ഥം. നീ ഇപ്പോൾ എന്തായിരിക്കുന്നു, അതായത് ഇതുവരെ ഉള്ള നിൻ്റെ എല്ലാ പ്രവൃത്തികളുമാണല്ലോ ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ഞാനിപ്പോൾ ആയിരിക്കുന്നത് എൻ്റെ ഇതുവരെയുള്ള എൻ്റെ പ്രവൃത്തികളാണ്. ഞാനെടുത്ത തീരുമാനങ്ങളെന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ പ്രവൃത്തികളെന്ന് പറയും. അപ്പോൾ നീ ആരാണ്, നീ ഇതുവരെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയും. നമ്മൾ പലപ്പോഴും നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാനും നമുക്ക് വിടാനും ഒക്കെ പറ്റും. പക്ഷേ നമ്മുടെ പഴയ ആക്ഷൻസും പഴയ തീരുമാനങ്ങളും ഒക്കെയും നമ്മുടെ പേഴ്സണാലിറ്റിയിൽ എന്തുമാത്രം ഡെൻറ്റ് വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചുളുക്കങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നുള്ളത് ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ചുളുങ്ങിയ പാത്രമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ ഈ തുണിക്കടയിൽ പോയിട്ട് ഈ ഷർട്ട് വാങ്ങിച്ചിട്ടുള്ള സഹോദരന്മാർക്കറിയാം, ഈ ഷർട്ട് വാങ്ങിക്കാൻ പോകുമ്പോൾ അവർ ഷർട്ട് എടുത്തിട്ട് നമുക്ക് എടുത്തു തരും. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം, ഇത് 10 പേര് ഇട്ട് നോക്കിയ ഷർട്ടായിരിക്കും അല്ലേ. ഈ വൈറ്റും ക്രീമും ഒന്നും അധികം ഇടത്തില്ല. പക്ഷേ ഈ നമ്മൾ വിചാരിക്കും അതവരിങ്ങനെ പിന്നുമൊക്കെ കുത്തിയൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ മുമ്പിൽ വെച്ച് പിന്നൊക്കെ ഓപ്പൺ ചെയ്തൊക്കെ ഇങ്ങനെ എടുത്ത് തരുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് പേപ്പറൊക്കെ വെച്ചിട്ട് എടുത്ത് തരുമ്പോൾ ഫ്രഷായിട്ട് എടുത്ത് തരുന്നുണ്ട്. പക്ഷേ ഇതൊരു 10 പേരിട്ട് നോക്കിയതാ. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കുന്നത്? അതിൻ്റെ മൈന്യൂട്ടായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് കുറേ പേര് ഇട്ടതാണ് ഇപ്പോൾ എനിക്ക് തരുന്നതെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഡ്രസ്സ് വാങ്ങിച്ച ഉടനെ നനച്ചിട്ട് ഉപയോഗിക്കാമെന്ന് പറയുന്നത്. ഇതിനിടയ്ക്കൊരു നോളജാണ്. പുതിയ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ അത് നനച്ചിട്ട് ഇടാമെന്ന് പറയുന്നതിന് കാരണം ഇതുകൊണ്ടാണ്. അപ്പോൾ ബൈബിൾ ക്ലാസ് ആണോ എന്നുള്ളത് യൂട്യൂബിലുള്ളവർക്ക് തോന്നും, ഇത് ഞാൻ എടുക്കുന്നത്. ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മളെ കാണുമ്പോൾ ചുളുങ്ങിയ ഷർട്ടുള്ളവരും നമ്മുടെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചെയ്തതിൻ്റെയൊക്കെ എഫക്റ്റൊക്കെ അല്ലെങ്കിൽ കുറേയൊക്കെ നമ്മൾ വിചാരിക്കുന്നത് രക്ഷിക്കപ്പെട്ടത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വിശുദ്ധ ജീവിക്കുന്നു, ഇപ്പോൾ നന്നായിട്ട് ജീവിക്കുന്നതുകൊണ്ട് പഴയതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ടോട്ടലി ഇറേസായി
പിന്നെ നയമാനെ കുളിച്ചിട്ട് കയറിയ പോലെ മുങ്ങിയിട്ട് കയറിയ പോലെ ഞാനിപ്പോൾ ശിശുവിനെ പോലെ ആയിരിക്കുന്നു എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്, അല്ലേ? പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ പഴയ കാലത്തെ പല കാര്യങ്ങളും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആത്മീയതയിലൊക്കെയും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സെക്കുലർ വേൾഡിലും ഉണ്ട്, നമ്മുടെ ജീവിതത്തിലുമുണ്ട്. അപ്പോൾ ഓൾ ദീസ് തിങ്സ് നമ്മുടെ ലൈഫിൽ എടുക്കുന്ന ഡിസിഷൻസ്, തീരുമാനങ്ങൾ, നമ്മുടെ ഇതെല്ലാം വന്നിട്ട് നമ്മുടെ പേഴ്സണാലിറ്റിയിലേക്ക് ഒത്തിരി എഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, അവരുടെ തലമുറയിൽ ഈ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് ഓർത്തിരിക്കണം. ദിസ് ബിഹേവിയർ എന്ത് ചെയ്യും അവർ ഇന്ന് അവരുടെ കുടുംബത്തിൽ കാണിക്കും, അടുത്ത തലമുറയും. അപ്പോൾ ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊച്ചിലെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ നടക്കാം, എന്നിട്ട് ഒരു സ്റ്റേജ് വരുമ്പോൾ ഒരു 25-30 ഒക്കെ വയസ്സാകുമ്പോൾ ഞാൻ ശരിയായിട്ട് നല്ല ആത്മീയനായിട്ടൊക്കെ ജീവിക്കാമെന്ന് വിചാരിക്കുന്ന പലരും ഉണ്ട്, അങ്ങനെ ഉള്ളവരും ഉണ്ട്. പിടി കിട്ടുന്നതാണോ ഞാൻ പറഞ്ഞത്? ഇച്ചിരി ഞാൻ ഡൈവേർട്ട് ചെയ്യുന്നതുകൊണ്ട് തോന്നും, പക്ഷേ നിങ്ങൾക്ക് മനസ്സിൽ വരും അവരൊക്കെ നല്ലതായില്ലേ എന്നൊക്കെ തോന്നും. പക്ഷേ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ അന്ന് ചെയ്തതായിരിക്കുന്ന കുഴപ്പങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്. കുഞ്ഞുനാൾ മുതലേ അവർക്ക് ഈ ചുളുക്കമൊന്നും വരാതെ നല്ല കുഞ്ഞുങ്ങളായിട്ട് അവർ വളർന്നു വരണം, അവരുടെ സ്വഭാവം. അപ്പോൾ 10 മടങ്ങ് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് തീരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈഫിൽ ഇങ്ങനെ ത്രൂ ഔട്ട് പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് മാറിപ്പോയി എന്ന് തോന്നുന്നു. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം ദ ഹോൾ തിങ് വിച്ച് യു ഹാവ് അറ്റൈൻഡ്, നീ ഇതുവരെ വന്നതായിരിക്കുന്ന കാര്യങ്ങളെന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഈ ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. ആൻഡ് അനദർ തിങ് ഈസ് ഹീസ് അക്നോളജിങ് ദാറ്റ്. അതാണ് ഏറ്റവും വലിയ നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ ക്ഷമയൊക്കെയും കർത്താവ് അതൊക്കെ കൗണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കർത്താവിൻ്റെ നോട്ടത്തിൽ ശ്രദ്ധയിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹി ഈസ് അക്കൗണ്ടിങ് എവറിത്തിങ്. നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ നമ്മളെ അക്കൗണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾക്ക് കർത്താവ് ഒരു രജിസ്റ്ററൊക്കെ വെച്ചിട്ട്, നമുക്കൊന്ന് ഇമാജിൻ ചെയ്യണം, രജിസ്റ്ററൊക്കെ വെച്ചിട്ട് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും. ഞാൻ ചിലപ്പോൾ വിചാരിക്കും, ഞാൻ 5 വർഷം മുമ്പ് പോയ സ്ഥലത്തെക്കുറിച്ചൊന്ന് എനിക്കറിയണം. ഞാൻ മറന്നുപോയി, ആ സ്ഥലത്ത് പോയത് എങ്ങനെയാണെന്ന് മറന്നുപോയി കഴിഞ്ഞാൽ ഉടനെ ഞാൻ പോയിട്ട് ഗൂഗിളിൽ എൻ്റെ ടൈം ലൈൻ എടുത്ത് നോക്കും, അല്ലേ? ഗൂഗിളിലെ ടൈം ലൈൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ടൈം ലൈൻ ഓണാണ് എപ്പോഴും. അപ്പോൾ 5 വർഷം മുമ്പ് ഞാൻ ഇന്ന സ്ഥലത്ത് പായിപ്പാട്ട് പോയി, എങ്ങനെയാണ് പോയത് എന്നുള്ള റൂട്ട് അതിലുണ്ട്. അറിയാമോ? അത് നമ്മുടെ മൊബൈലൊക്കെ നമ്മൾ സാധാരണ ഇതായിട്ട് വിചാരിക്കല്ലോ. ഒരിക്കലും മൊബൈലിൽ ഇതൊന്നും ഓൺ ചെയ്ത് വെക്കലെന്നാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ഈ കമ്പ്യൂട്ടർ വിദഗ്ധന്മാരൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലൊന്നും കൊണ്ട് നടക്കാനേ പാടില്ല. യു ആർ ട്രാക്ഡ്. നിൻ്റെ എല്ലാ ക്രിയകളും, നീ എവിടെ പോകുന്നു, എന്ത് ചെയ്തിരിക്കുന്നു, എത്ര നേരം അവിടെ ഹോൾട്ട് ചെയ്തു, ഇതെല്ലാം നമ്മുടെ മൊബൈൽ ഫോണിൽ റെക്കോർഡഡാണ്, അറിയാമല്ലോ. സോ 5 വർഷം മുമ്പ് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് എൻ്റെ മൊബൈലിൽ, എൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്ന മൊബൈലിൽ ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. എൻ്റെ പോക്കറ്റിൽ മൊബൈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം എ സെർവർ. ലോകത്തെങ്ങാണ്ടിരിക്കുന്ന സെർവർ, ഒരെണ്ണമല്ല, ഒരു മൾട്ടിപ്പിൾ സെർവേഴ്സിലാണ് ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഒരു സെർവർ നശിച്ചു പോയാൽ വേറെ സെർവറിലുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സ്റ്റോർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് മനസ്സിലാക്കാം, കർത്താവ് നമ്മുടെ ടൈം ലൈൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് രാവിലെ എവിടെയായിരുന്നു എന്നുള്ള ഈ ടൈം ലൈൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കർത്താവിന് നന്നായിട്ട് മനസ്സിലാവും. ഞാൻ നിർത്താമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ ഇതെല്ലാം ഇനി എനിക്ക് മറ്റേത് പറയാനായിട്ട് ഇച്ചിരൂടെ സമയം വേണം. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വ്യാജ അപ്പോസ്തലന്മാരെ കുറിച്ച് തുടങ്ങി, അവരുടെ പ്രവൃത്തികളെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാം. ബൈബിൾ പഠനം മാത്രമല്ല, ഭക്തിയിൽ നോളജ് മാത്രമല്ല, ഭക്തിയിൽ വളരുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ.